എന്റെ നല്ല പാത്രം എടുത്തിട്ട് ആ പാത്രം മറ്റും പൊട്ടണം. ആദ്യം തറവാട്ടിലാണോ? അത് ശരി, അത് നന്നായി. എന്താ കളിക്കുന്ന കളി? പിന്നെന്താണ് ഇപ്പത്തെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഈ കുട്ടികൾ മണ്ണ് കളിക്കുന്നു പറഞ്ഞിട്ട് അർപ്പിക്കാൻ നിൽക്കും. ചാളി വെള്ളം കളിച്ചത് എന്തായാലും കറക്റ്റ് ഷേപ്പ് ഒക്കെ കറക്റ്റ് ആക്കി. എങ്ങനെയാടാ ഷേപ്പ് ആക്കിയത്? ആ അച്ഛച്ചന്റെ ട്രിക്ക് ആണീന്ന് മറന്നിട്ടില്ല എന്റെ കുട്ടികൾ അച്ഛച്ചൻ ചെയ്യണത് അല്ലേ. അങ്ങനെ തന്നെ അച്ഛച്ചൻ ചെയ്തു. കറക്റ്റ് ആക്കി വെച്ച് നന്നായിട്ടുണ്ട്. ഇനി കരമൊന്നും ഉണ്ടാക്കല് വേണ്ടു. നീ കൂടും, നീ ആണല്ലേ മെയിന്. നോക്കി നോക്കി കാട്ടുന്നത് നീയല്ലേ മെയിന്. ഞാനിടാ, ഞാൻ വിടുന്നോ? എന്റെ കുട്ടിച്ച് വേണ്ടേ കളി? ഇന്നല്ല കുട്ടികളുടെ ഓണം. കുട്ടികളുടെ ഓണം തുടക്കത്തിലാ നേരെ പറഞ്ഞു. അത് അവരെ വട്ടം പോയിരുന്നിട്ട് അതിനപ്പുറത്തേക്ക് വേണ്ട. ആ അങ്ങനെ തന്നെ, അത് മതി. ഇപ്പൊ കറക്റ്റാ. കുഞ്ഞ വട്ടം പൂ ഇങ്ങനെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാ പറയുന്നവർക്ക് ഞാൻ ചെയ്തോളാം. ഏട്ട പറഞ്ഞത് എന്നാ അവര് ചെയ്തോട്ടെ. അച്ഛന്റെ കരണ്ടിയൊക്കെ എടുത്തിട്ട് നാശാക്കി. വലുതാവുമ്പോ മേശപ്പണിക്ക് പോകേണ്ടതാണ്. എടാ ഞാൻ ഷെയ്പ്പാക്കി തരികയല്ലേടാ ചെയ്തോളൂ. ഞാന് അതൊന്നും പറ്റില്ല അവർക്ക്. കിച്ചുവോ ആ മയത്തെ ചളിയൊക്കെ നോക്ക്. അതിത്തെ ചളി നേരെ കളഞ്ഞു വെച്ചോ, അല്ലെങ്കിൽ കുഞ്ഞച്ച് പറപ്പിക്കുങ്ങളെ. എന്തറിയോ, ആ പണിക്കൊണ്ടുള്ള കരണ്ടിയാണ് നിങ്ങളെ. വേണ്ട, നിന്റെ വേളമുട്ടിയിലൊക്കെ മണ്ണാക്കി. അയ്യേ കഴുകി വെക്കാതിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഞാന്. എന്താ ചെറിയവന്റെ? ഓ മതി മതി മതി, അത് മതി. കുറച്ച് വട്ടാങ്കട കൂടെ പോയാൽ കുഴപ്പമില്ല. എന്നാലും നല്ല വൃത്തിയായിടാ. കേട്ടെ പൂവേ ഇല്ലാട്ടോ, ചെറിയ വട്ടം മതി. ഓ എന്താ ഒരു ഉഷാറ്. കുട്ടിക്ക് പനിയാണ് കേട്ടോ, അതങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ മേലെ എഴുതാണ്ടേ വീട്ടിന്റെ ഉള്ളിൽ കയറണ്ടാണ്. പിന്നെ ഇതിപ്പോ തന്നെ ചാണകം, ഇപ്പൊ തന്നെ ചാണകം കൊണ്ടിട്ട് അവർക്ക് അറപ്പ് തീരട്ടെ ഒക്കെ. അല്ലെങ്കിൽ ഇവർക്ക് അവിടെ അറപ്പ്. നോക്കി നോക്ക്, ആ പാത്രല്ലേ മീനൊക്കെ കഴുകിയിട്ട് നേരേക്ക് വെക്കണം. ഇതൊക്കെ കഴുകിക്ക് തരാതിരിക്കും. കാണിച്ചു തരാൻ. നീ പുതിയ വീട്ടില് എന്തിന് എന്തിന്? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ ഒരു സന്തോഷം മണ്ണ് കളിക്കാൻ എന്തൊക്കെ പറഞ്ഞാലും. അത് മതി അത് മതി. അവിടത്തെ ചെറുത് മതി കേട്ടോ. പൂവൊന്നും കിട്ടല്ല. വെറുതെ വലിയ വലിയ തറ ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഇതിന് പൂവ് എവിടുന്ന്? പൂവിന് വേണോ? അപ്പുട്ടിന് വേണോ പൂവ്? അമ്മടെ കുട്ടിച്ച് വേണോ? അമ്മടെ കുട്ടിച്ച് വേണോ? അമ്മടെ കുട്ടിച്ച് അവിടെ നിക്കല്ലേ ഏട്ടാ. പപ്പൂനെ ഒന്ന് തുറന്നു വിട്ട് കഴിഞ്ഞ ഇവര് പോ. അപ്പൊ തുറന്നു വിടണ്ട. അപ്പൊ തുറന്നു വിട്ട് കഴിഞ്ഞ ഇവര് പൂത്തറ ഗംഭീരാക്കി പോ. ഹലോ ഉണ്ണിച്ചാ, പൊണിച്ചാ. അതൊന്നും തിന്നാൻ പാടില്ല. അതെന്തിനാണ് പൂവിന്റെ മുട്ടല്ലേക്ക് അങ്ങനെ പൊക്കിയല്ലേ? അത് ഒന്ന് അടിയിൽ നിന്ന് നനച്ചോ. അതിലല്ലടാ, കരണ്ടിന്റെ അടിയിൽ നിന്ന് നനച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇനി അത്ര തന്നെയല്ല. ഏയ് ഒന്നും ചെയ്യണ്ട. മേശ്ശേരി വന്നിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പാടും കേട്ടോ. എന്താ മേശ്ശേരി? എങ്ങനെ പറയാ? അനുരാഗ് മേശ്ശേരി. അതെ, അനുരാഗ് മേശ്ശേരി വന്നിട്ട് കിച്ചു മേശ്ശേരി വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പാടും. കുഞ്ചു മേശ്ശേരി. നന്നായില്ലേട്ടാ. അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ട് കണ്ടോ. അതാണ്
നമ്മൾ ചെയ്യണതാണ് നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ. ഇവിടെ അച്ഛൻ അങ്ങനെയാണ് കേട്ടോ. ഒരാണിയിൽ എന്താ 2 ആണി ഉണ്ടാവും, ഒരാണി ചുറ്റി വെക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ വട്ടം വരച്ചിട്ട് അച്ഛൻ വട്ടം നേരെ റൗണ്ടാക്കൂട്ടോ, വൃത്തിയാവും. ഇതെന്തിനാണെന്നറിയോ? മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആ പൂവ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഈ സ്റ്റോക്കുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞു ഇത് ഓൾഡ് മോഡലാണ്, ഇത് പഴയ മോഡലാണ്, അതുകൊണ്ട് ഇത് ആരെ വാങ്ങുക, ഇപ്പോഴത്തെ കല്യാണി കോട്ടൺ അങ്ങനെയൊക്കെയുള്ള തുണികൾ എടുക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് അമ്മമാർ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതേപോലത്തെ സാരികൾ വേണം, ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ എല്ലാവരും കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഒട്ടുമിക്ക അമ്മമാര് അപ്പൊ ഇന്നലെയൊക്കെ ഈ സാരി കണ്ടപ്പോ ഇത് ഓൾഡ് ഫാഷൻ ആണ്, ഇത് ആരും ഉടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 25 കൊല്ലമായി ഇത് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിരുന്നു. പക്ഷെ ഈ സാരിയില് നല്ല രീതിയിൽ സെയിലാവണുണ്ട് കേട്ടോ. കാരണം ഓരോ അമ്മമാരും 3 എണ്ണം 4 എണ്ണം വെച്ചിട്ട് ഈ സാരി വാങ്ങണുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ഞാൻ എന്നോട് പറഞ്ഞ എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാരികൾ ഉണ്ടോന്ന്. അപ്പൊ ഇതിൽ എംബ്രോയിഡറി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. അതിന് കുറേ ആൾക്കാർ വന്നു. ഞാൻ സാരീനെ പറ്റിയിട്ട് കൂടുതൽ പറയാത്ത എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിവുള്ള ആൾക്കാരാണ്. കാരണം എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു ചെറിയൊരു വാക്ക് നിങ്ങൾ അത് വലുതാക്കിയിട്ട് തെറ്റ് പറഞ്ഞത് തരുന്നത് എനിക്ക് മനസ്സിലാവും. അല്ല തെറ്റ് പറഞ്ഞു തരുന്ന ആൾക്കാരെ നമുക്കറിയാം, അത് കുറേ കമന്റ് കൂടെ ഉണ്ട്. പക്ഷെ അത് പരിഹസിക്കുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതും അതും നമുക്കറിയാം കേട്ടോ. കാരണം പിന്നെ ഇന്നലെ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ എടുത്ത സമയത്ത് ചവിട്ടി ഇവിടെയാണ് ഇട്ടിരുന്നത്. അപ്പുറത്തെ ഒരു ഇതിന്റെ കവറുകൾ കണ്ടിരുന്നു. എന്തിൻ്റെന്നറിയും, തുണിയുടെ കവർ കണ്ടിരുന്നു. അതിലാണ് ചവിട്ടിയിൽ വെച്ചിട്ടാണ് തുണി ഇട്ടേക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ആ വീഡിയോ ശരിക്ക് കണ്ടു നോക്കുക. എന്റെ ചവിട്ടിയുടെ 2 ചവിട്ടിയുടെ അല്ല അതെ എന്റെ 2 ചവിട്ടിയുടെ കളറും ഇതാണ്. ഇവിടെയാണ് കടന്നിരുന്നത്. ഇവിടേക്ക് എടുത്തിട്ടിരിക്കുക. 2 ചവിട്ടി എനിക്ക് ഇതേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു. ഞങ്ങൾ ഇന്നലെ അത് കഴിഞ്ഞിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിനപ്പോൾ നമ്മൾ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. അതാ അവിടുന്ന് മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ല. അതാ ഇന്നലെ വീഡിയോ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടത് എന്താണെന്നറിയോ, കവറാണ്, പേപ്പറാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറയില്ലേ, നിങ്ങൾ എന്നിട്ട് ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറയാച്ചപ്പോൾ കമന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, ഒഴിവില്ല. ഇന്നലെ പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾ കമന്റ് കണ്ടപ്പോൾ അമ്മ ഇതാ കണ്ടോന്ന് പറഞ്ഞിട്ട് മക്കൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓൾഡ് ഫാഷനാണ് പറഞ്ഞ് ഞാൻ പറയില്ലേ, എൻ്റെ അമ്മ, ഏട്ടൻ്റെ അമ്മ, നമ്മുടെ അമ്മമാർക്ക് എടുക്കണ പോലെ, എൻ്റെ അമ്മമാർക്ക് എടുക്കണ പോലെ ഞാൻ എടുത്തു. ആ അമ്മമാർക്ക് അത് ഇഷ്ടാവും ചെയ്തിട്ടുണ്ട്, അവരത് വാങ്ങുകയും ചെയ്തു. ഗുജറാത്തിക്ക് അടക്കം നമുക്ക് ഇന്നലെ ഈ സാരി സെയിലായിട്ടുണ്ട്. എനിക്ക് അല്ല എനിക്ക് ചിലപ്പോ കളക്ഷൻ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ അമ്മമാരെ പോലുള്ള അമ്മമാരെ നമ്മൾ കണക്കൂട്ടി നമ്മളത് ചെയ്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ മടക്കിയപ്പോൾ ഇങ്ങനെ ആയതാണ് കേട്ടോ. നമ്മള് കണ്ടില്ലേ ഈ സാരി കണ്ടോ, ഇതാ ഒരു സാരി. ചേച്ചിമാർക്ക് സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വെച്ചാൽ പെട്ടെന്ന് എടുക്കാനും പറ്റണം. ഒരുപാട് ഇതും ഇതും നമ്മൾ രണ്ടാമത് കൊണ്ടുവന്ന സാരികളാണ് കേട്ടോ. ഇതാ കണ്ടോ, രണ്ടാമത് കൊണ്ടുവന്ന സാരിയാണ്. ആവശ്യപ്പെട്ടത് ഇനിയുണ്ട് ഇറക്കാൻ. ഒരു ക്രോസ് വര പോലെ വന്നിരുന്ന അതില്ലേ, അതൊക്കെ പിന്നെ ആവശ്യങ്ങൾ വന്നു. പിന്നെ ഇത് നമ്മളത് കാണിച്ചിട്ടില്ല. അമ്മു വേണമാൻ്റെ എടുത്തില്ലേ, അമ്മുവിന് എടുത്തില്ലേ സെറ്റ് സാരി എടുത്തില്ലേ, പിന്നെ അത് കണ്ടിട്ട് അതുപോലെ കണ്ടിട്ട് ഇത് 3D സാരി പറഞ്ഞിട്ട് കേട്ടോ. കണ്ടോ, ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഷേപ്പാണ്. ഇതാ പച്ച. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും എല്ലാവരും പട്ടുസാരി ഇടുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. എല്ലാവരും ഈ ഗിൽറ്റും മുത്തും അല്ലെങ്കിൽ എങ്ങനെ പറയാ മധുരക്കൊട്ടും അങ്ങനെ അങ്ങനെ ഇതാണ്ടോ. ഇത് ഇങ്ങനെ വരുന്ന ഒരു സാരിയാണ്. ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്നലെ അല്ലേ, ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇന്നലെ ഇത് കാണിച്ചിട്ടില്ല. പക്ഷെ ഇതിന്റെ വേറെ നമ്മൾ ഇന്നലെ വീഡിയോ കാണിച്ചില്ലേ, ആ സാരി ഇന്നലെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമായി. ചില ആൾക്കാർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഇത് ചിക്കു കളറാണ് കേട്ടോ. കണ്ടോ, ഈ അല്ല ഞാൻ പറയട്ടെ, ഈ 3D സാരി എന്നൊക്കെ പറഞ്ഞില്ലേ,
അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നോ? അതെ. ഈ 25 വർഷം മുമ്പേ ഈ ഡിജിറ്റൽ പറയുന്നവരെന്തെങ്കിലും ആശ്വാസത്തിന് അല്ല പറയാണ്. ഡിജിറ്റൽ പ്രിന്റ് ഇതിന് കാര്യം ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ എൻ്റെ അമ്മ കൊടുക്കണ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. കാരണം എൻ്റെ നമ്മള് അമ്മ ഇതുവരെ കാണാത്തത് കണ്ടു. അപ്പൊ അത് നല്ല ഭംഗിയുണ്ട്. ഇത് ഇഷ്ടായി ഇതൊക്കെ ഇല്ലേ തോന്നി. എന്താ ഇത് കൊറിയർ ചാർജ് അടക്കം വരുന്നതില്ലേ 700 രൂപയുടെ താഴെ വരുന്നുള്ളൂ ഇത് ഈ സാരിക്കൊക്കെ. അല്ലാതെ നമ്മൾ എല്ലാവരും എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് 500 രൂപ. പിന്നെ എന്താണ് നിങ്ങൾ എവിടെന്നോ വലിച്ചു വാരി തുണി കൊണ്ടുവരികയാണ്. നമ്മൾ ഫേമസ് നമ്മള് പഴയ മാർക്കറ്റിൽ പഴയ പോയിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഡോബിഖാനെ പോയിട്ട് തോരയിട്ട തുണികൾ എടുത്തുകൊണ്ടിരുന്ന. ഇതിൻ്റെ തന്നെ നമ്മൾ ഈ സാരി മാത്രം നമ്മൾ കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ സാരികൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ അമ്മമാർക്ക് വേണം പറഞ്ഞു, എൻ്റെ അമ്മയ്ക്കും ഏട്ടൻ്റെ അമ്മയ്ക്കും വേണം പറഞ്ഞു. ഇത് 4 ഉണ്ടായിരുന്നു. 2 ആ അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ കണ്ടപ്പോൾ പറഞ്ഞു അമ്മയ്ക്കൊക്കെ പണിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഡെയിലി വേഗം ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്, പ്രസിക്ക് ഇത് വേണം. അതുകൊണ്ട് ഇത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഇതാ നമ്മുടെ ഈ പച്ചയുടെ തന്നെ ഇപ്പോൾ പച്ചിൽ പിങ്ക് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഇതാ വരുന്നത് കണ്ടോ. ഇത് നമ്മൾ കണ്ടോ ഷെയ്ഡ് മാറുന്നുണ്ടല്ലേ. ഷെയ്ഡ് ഇത് മാറിയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ കുറ്റങ്ങൾ അല്ല ഏത് അത് നല്ല രസമല്ലേ, അതിനേക്കാളും ഭംഗിയില്ലേ ഇത്. അത് 3 പോയി ആ സാരി. പിന്നെ വരുന്നതാണ് കേട്ടോ ഇത് കണ്ടോ. അതിൽ 3 അതിനുള്ളൂ അല്ലേ? ഇനി അതിൽ 3 ഉള്ളൂ. ഇതാ കണ്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെയും നമ്മളോട് ചോദിക്കുകയാണ് ചേച്ചി അതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാ കണ്ടില്ലേ നിങ്ങൾ എന്താ പറയുമ്പോൾ ഒരാളെ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മോഡലില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ ഇങ്ങനെ പറയുക കഷ്ടപ്പാട് കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മൾ ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് നമ്മളങ്ങനെ വരുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അറിയുന്നവർക്ക് അത് അറിയാം. ഈ നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവരും ഇരിക്കുന്നവരും അവിടെ ഇരിക്കുന്നല്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്യാതിരുന്നു. നമ്മൾ എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തു. ഇതാണ്ട് ഇത് അത് കാണിച്ചു കൊടുക്ക്. ഇത് റീസ്റ്റോക്ക് ഇന്നലെ വന്നതാണ്. ഇതാ ഇതും കൂടി ഒന്ന് കാണിച്ചിട്ട് കിടക്കാം. ഇതാ പിന്നെ പട്ടുസാരി മോഡൽ വേണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളറുകൾ പോയി. ഇതാ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്, പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതിൽ കണ്ടോ വർക്കുകൾ വരുന്നത് കണ്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് കണ്ടില്ലേ. പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഇതിൻ്റെ 2 ഒതുങ്ങി നിൽക്കണ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുത്തേക്കണത്. പിന്നെ ഇന്നലെ നമുക്ക് എല്ലാവരും എന്താ വേണം ചേച്ചി കഴിഞ്ഞോ ചോദിച്ചിട്ട് നമ്മൾ ഇന്നലെ സ്റ്റോക്ക് ഇറക്കിയതാണ് കേട്ടോ. അത് ഇത് കാണിച്ചു തരാം. ഇത് നമ്മുടെ എന്താ ശംഖുപുഷ്പം ഫാൻസി സാരി, ശംഖുപുഷ്പം സെറ്റ് സാരി. ശംഖുപുഷ്പം സെറ്റ് സാരി സെറ്റ് മുണ്ടും കിട്ടാൻ വഴിയില്ല കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് ഇത് ഏൽപ്പിക്കുന്നതെന്ന് അറിയോ? ഒരുപാട് ദൂരത്തു നിന്നാണ് നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ സെറ്റ് സാരി സെറ്റ് മുണ്ടും വരുന്നത്. എവിടെ നോക്കിയാലും ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. ഇതാ ഒന്നരാടെ സ്റ്റോക്ക് ഇറക്കുന്നുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ഉള്ളത്തത് പോന്നു. ഇത് കണ്ടോ. ഇത് എല്ലാവർക്കും ഇതിൻ്റെ ഇവിടെ മുന്താണി പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതാ ബ്ലൗസ് വരുന്നത് ഈ ഒരു ഭാഗം കണ്ടോ. അല്ല ബ്ലൗസ് ഇതാ ഇതേപോലെ വൈറ്റിൽ ചെറിയ ശംഖുപുഷ്പം കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് മടക്കി വെക്കണമെങ്കിൽ എന്താണെന്നറിയാം, നൂർത്തുമ്പോൾ നമുക്ക് മടക്കി വെക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതാണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ ഇതെങ്ങനെ. ഇത് പെട്ടെന്ന് ഇപ്പോൾ എന്നെ പോലെ ഇതാ ഞാൻ തന്നെ നല്ല ഹൈറ്റ് വെയിറ്റുള്ള ആളാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാർക്കൊക്കെ ഉടുത്താൽ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് സാരിയാണ്. നമുക്ക് ഓഫീസിലേക്കോ അല്ലെങ്കിൽ എന്താ എവിടേക്ക് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഉടുക്കുമ്പോൾ ഒതുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്. ഒരു സാരി എടുത്തിട്ട് അതിങ്ങനെ പൊന്തി നിന്ന് കഴിഞ്ഞു വെച്ചാൽ നമുക്കൊന്നും കൂടി വണ്ണം തോന്നിക്കില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ സ്റ്റോക്ക് ഇറക്കിയതാണ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ സാരിക്കും ഒരുപാട് പേരില്ലേ എന്താ പ്രസ്റ്റീജ് നല്ല ഭംഗിയുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയ സാരിയാണ്. ഇത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കോട്ടൺ മുരളി പ്രിന്റ് സാരിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് അതിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ മുന്താണി പോഷൻ മാത്രമല്ലേ നിങ്ങളിത്
ഇങ്ങനെ മുന്താണി പോഷൻ ഇങ്ങനെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ കാണിച്ചു. ഇതിൻ്റെ കവർ പോവരുതേ എന്നുള്ളതില്ല. എന്നാണ്ടോ ഇങ്ങനെയാണ് വരിക. നമ്മൾ ഉടുക്കണ ആ ഭാഗവും നമ്മുടെ ഈ ഫ്രണ്ട് വശവും വരുന്നതും ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളും ഇതിൽ ലൈനാണ്. കണ്ടോ കണ്ടില്ലേ? അപ്പോൾ ഇതും നമ്മുടെ അതേപോലെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. പിന്നെ ചില കൂട്ടുകാർ ചോദിക്കും, ചേച്ചി ഏത് സാരിയാണ് ചേച്ചിക്ക് ഇഷ്ടം? അതൊന്നും അവർക്കിപ്പോൾ സാരി വാങ്ങണം അല്ലെങ്കിൽ അവർക്ക് ഇത് ഓണത്തിന് ഉടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇന്നലെയൊക്കെ ഇപ്പോൾ ഇതിൽ 3 സെയിൽ പോയത് അങ്ങനെയാണ്. ചേച്ചിക്ക് ഈ സാരികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സാരി ഏതാ ചോദിച്ചപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സാരി എനിക്ക് ഓണത്തിന് എടുക്കണം എന്നുള്ളത് കേട്ടോ. പക്ഷേ സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി ആകെ ഒരു 3-4 പീസ് മാത്രമേ ഉള്ളൂ ഈ സ്റ്റോക്ക്. അത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റോക്ക് എടുക്കണം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇനി ഓണാവാറായില്ലോ. അപ്പം ഇനി സ്റ്റോക്ക് എടുക്കണ ഇതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, നമ്മൾ നിങ്ങളെ അടുത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂക്കളം കഴിഞ്ഞോ മുട്ടി ഇതൊന്നും കൊണ്ടൊക്കെ ഇതാ കോഫി ബ്രൗൺ കണ്ടോ? ഈ കളറ് അധികം എങ്ങനെ പറയുക, എനിക്കും ഇല്ലാത്തൊരു കളറാണ് കേട്ടോ കോഫി ബ്രൗൺ. ഇല്ലല്ലോ മുട്ടി, ഇതില്ലാത്തൊരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ വരുന്ന മുന്താണി പോഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിയൊക്കെ കളറുകൾ ചടപടേ പറഞ്ഞിട്ട് പോയി. പിന്നെ മറ്റേ പൂക്കളത്തിൻ്റെ കാണിക്കാനാണല്ലോ. അപ്പോഴേക്ക് തീർന്നു പോയോ? പൂക്കളത്തിൻ്റെ ഇനി പൂക്കളം എടുക്കാൻ ഓട്ടോ ഓടിയതാണ്. പൂക്കളം അതാ പൂക്കളം സാരി നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ മുന്താണി പോഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ? ഇതേപോലെ ചെറിയ പൂക്കളായിട്ട് വരുന്നുണ്ട്. ഇതും കണ്ടോ കാഴ്ചക്ക് കാണുമ്പോൾ സിമ്പിളാണ്, കാണാൻ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആരായാലും ഒരു കാര്യം നിലയ്ക്കില്ലേ, പേഴ്സണലായിട്ടൊരു മെസ്സേജ് വന്നത് കേട്ടോ. വലിയ അതെ അപ്പോൾ ഇതും കൂടി ഞാൻ പറയട്ടെ, വലിയ സെലിബ്രിറ്റികളൊക്കെ നിങ്ങൾക്ക് സാരികൾ അവരുടെയൊക്കെ സാരികൾ കാണുമ്പോൾ വാവ് എന്തോ ഒരു ഭംഗിയാണെന്ന് പറയും. നമ്മളെപ്പോലെ ഞാൻ പറയാമല്ലോ, എനിക്ക് ഇന്നലെ പേഴ്സണലായിട്ട് ഇതേപോലെ ചെയ്യുന്ന ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ചേച്ചി നമ്മളെപ്പോലുള്ളവരൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ 100 കുറ്റങ്ങളുണ്ടാവും. വലിയ ആൾക്കാർ ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ അവരുടെ ഓർണമെൻറ്റ്സിനും കുറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തുണികൾക്കും കുറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് സാധാരണ. എത്ര കുറ്റം പറയും, നമ്മൾ ഇപ്രാവശ്യം മര്യാദക്ക് സ്റ്റോക്ക് ഇറക്കുകയും ചെയ്തു, മര്യാദക്ക് സെയിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അവിടെ നിന്ന് കുറ്റം പറയാന്നുണ്ട്, ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മളെ സ്നേഹിക്കുന്ന 10 ആള് കുറ്റം പറയുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാര് ഇതിന്റെ ഒരു വെള്ള ഉണ്ടായിരുന്നൊക്കെ പോയില്ലേ? വെള്ള ബ്ലാക്ക് ഒക്കെ പോയി. ഇത് 2 പീസേ ഉള്ളൂ. ഈ ഒരു കളർ പീസും പോയില്ലേ? കണ്ടോ? 7 പീസ് ഉണ്ടായിരുന്നല്ലേ? അതിന്റെ കളർ ചേഞ്ചുകൾ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നല്ലേ. ഇത് രണ്ടും ശരിക്കും നല്ല കളറാണല്ലോ അല്ലേ? ഇത് വീഡിയോയിൽ ശരിക്കും അറിയാണ്ടാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അവർക്ക് ഇഷ്ടമാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും നമ്മുടെ കയ്യിൽ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് മുണ്ടുകളാണോ വെച്ചാൽ സെറ്റ് ഇനി അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ പറയുന്നത്, നമ്മൾ സ്നേഹിക്കാൻ നമ്മളെ ഒരുപാട് പേരുള്ളപ്പോഴല്ലേ, തളർത്താൻ ആര് വിചാരിച്ചാലും നടക്കില്ല. നമ്മൾ നമ്മുടെ വഴി വെട്ടിയും കൊണ്ടേ പോകണം. തളർത്താൻ 3-4 ആൾ കൂടിയിട്ട് നോക്കുള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ ലക്ഷങ്ങൾ ആൾക്കാരുണ്ട്. നമുക്കതാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങളൊന്നും ആരും ഒന്നും സമ്പാദിച്ച് വെച്ച് വന്നവരല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് ഇന്നും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിന്ന് കിട്ടുന്ന ഒരു ഭാഗം കൊണ്ട് നമ്മൾ കുറച്ച് പേർക്ക് ഓണക്കോടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പേരുടെ അഡ്രസ്സുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പ്യുവർ കോട്ടൺ സാരിയാണ് കേട്ടോ. കണ്ടോ? ഇങ്ങനെ കണ്ടോ? ഒരുപാട് കളറ് കണ്ടില്ലേ, ലൈറ്റ് കളറുകളല്ലേ. എന്താ ഡിസൈൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇതൊരു സാരി, ഇത് കളറ്
ഇതിൻ്റെ ഡിസൈൻ ഇതിൽ കാണുന്നില്ലേ? ഇതാ അടുത്തൊരു സാരി അമ്മു, ഇതാ ഇതും ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ. കണ്ടില്ലേ? കണ്ടോ? ഇതും ഒരു കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ കവർ ചാണകപ്പച്ച പോലുള്ള കളറാണ്. പിന്നെ ഈ ഒരു സാരി ഇതാ, ഇത് 100% കോട്ടൺ സാരിയാണ് കേട്ടോ. എല്ലാതും എന്താ അതിന് വിത്ത് ബ്ലൗസ് അടക്കം വരുന്നതാണ്. ഇതിൻ്റെ ഇതിൽ ചെറിയ 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 ഓരോരോ കല്ലുകൾ ഉണ്ടോ, കല്ലുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ കളറുകളൊക്കെ വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഒക്കെ ഇനി അടുക്കി പെറുക്കി വയ്ക്കാനുള്ള നമ്മുടെ അടുത്തുള്ള അയൽവാസികളും ഒക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് തുണിയെടുത്തിട്ട് പോവുമല്ലോ. അപ്പോൾ അവർ വന്നപ്പോൾ അവർ എടുത്തങ്ങനെ വെച്ചതാ കേട്ടോ. അതൊക്കെ ഇനി മാറ്റി കവറുകൾ കൂടെയൊക്കെ ആക്കി വെക്കാനുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതും ഇതൊക്കെ സ്റ്റോക്ക് എടുത്ത സാധനങ്ങളും കൂടി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇന്നലെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടേ. ഇതും കോട്ടൺ സാരികളാട്ടോ. എന്താ കണ്ടോ? ഇതും ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. നമ്മൾ കവർന്ന് അഴിക്കാത്തത് കൊണ്ട് അല്ലേ. ഇത് 100%. ചില ആൾക്കാരില്ലേ കോട്ടൺ സാരി മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അതിൽ ഫാൻസി ടൈപ്പ് ആണോ ആവശ്യപ്പെട്ടത് പ്രകാരം വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ യാദവന്റെ കാലത്തുള്ള കളറുകളാണോ? യാദവൻ ഏത് കാലത്താണോ ആണോ? ആണോ മുട്ടി? നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനത്തെ അല്ലേ ഉടുക്കലധികം? പിന്നെന്താ, ഇത് യാദവന്റെ കാലത്തൊന്നും പറയാൻ പറ്റില്ല. കോട്ടന്റെ പ്രിന്റഡ് അല്ലേ. പറയുന്നവരെന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാണ്ട്. ഇപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ നീ എന്താ അമ്മയ്ക്ക് അങ്ങനെ കാണുന്നത് ഫുള്ള് യാദവന്റെ കാലത്ത് പറഞ്ഞോണ്ടിരിക്കുക. പറഞ്ഞവരവിടെ ഒരു സാരി ഇതാണോ? ഇതും അതേപോലെ ഇങ്ങനെയാണ് കേട്ടോ. ഇതാ ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുക. കണ്ടില്ലേ? ഇതും ഒരു സാരി. ഇത് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ഇറക്കിയതാണ് കേട്ടോ. എന്താ നാളെ കാണിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയ സാരികളാണത്. ഈ ചെറുപയർ പച്ചയ്ക്ക് വേണ്ടിയിട്ട് അടിയായിരുന്നു എന്താ. പക്ഷേ ആ മറ്റേ ചെറുപയർ പച്ച കിട്ടിയില്ല. വേറെ ഗിൽറ്റ് പോലുള്ളത് ഈ ചെറുപയർ പച്ച വേണോ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതിലൊരു ഡിസൈൻ മാറി പറഞ്ഞിട്ട് 4 പേർക്ക് ഒരേപോലത്തെ ചെറുപയർ പച്ച വേണോ പറഞ്ഞിട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്താ വെച്ചാൽ കഴിഞ്ഞു കേട്ടോ. ഇത്ര തന്നെ നിങ്ങൾക്ക്. പിന്നെ നമ്മൾ നെയ്റ്റി ഉണ്ട്. നെയ്റ്റി വീഡിയോയിൽ കാണിക്കാതെ തന്നെ 10 നെയ്റ്റി സെയിലായിപ്പോയി. നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ എന്താ ബിന്ദു ചേച്ചി നമ്മളെ കുറേ ഇപ്പോൾ ഒരു 5-6 എണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ നെയ്റ്റി വേണമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. നമ്മൾ നെയ്റ്റി കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രസിക്ക് ഇഷ്ടമുള്ളത് 7 എനിക്ക് തായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള 7 പ്രസി എന്തായാലും നെയ്റ്റിയിലിടുക. അപ്പോൾ പ്രസിക്ക് അറിയാലോ നെയ്റ്റിയുടെ ഭംഗി എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതെടുത്ത് ചേച്ചിക്കുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് നെയ്റ്റികളുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണം, നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് 1/2 കിലോന് വരുന്നത് 91 രൂപ മുതലാണ് കേട്ടോ നമുക്ക് വരുന്നത്. നമ്മൾ ചിലപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ 91 1/2 കിലോനൊന്നും അല്ല ഉണ്ടാവുള്ളൂ. അതിൽ 100ലും 105 120. ഇപ്പോൾ ഇവിടെ നിന്ന് ബോംബെക്ക് അല്ലെങ്കിൽ ചെന്നൈക്കൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് ഡെലിവറി ചാർജ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നുണ പറയല്ലേ ഏട്ടാ ഇതെടുക്കേട്ടാ ഡെലിവറിയുടെ ഇത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കാണിക്കുന്നതിന് പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് വരുന്നത് 91 കണ്ടോ. അങ്ങനെ ഇതിൽ കാണിച്ചു തരാം പാഴ്സൽ കേട്ടോ. ഇതിൽ ഓരോരുത്തരുടെ പേര് വായിക്കുമ്പോൾ ഇനി അവർക്ക് അതൊരു ഇത് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 106 വരെ 106 114 100 പിന്നെ 6 എന്താ അങ്ങനെ നമുക്ക് വരുന്നത് 91 രൂപ അധികം വരിക. പിന്നെ ഏതെങ്കിലും ചിലത് മാത്രം 65 രൂപ വരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ കൊറിയർ അയച്ചു കൊടുത്ത ഓരോ ബില്ല്. 65 വരുന്നത് ഓർണമെന്റ്സിന്റെ 65 വരുന്നത് ഓർണമെന്റ്സിന്റെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളില്ലേ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. നമ്മളിതിൽ സത്യമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഇതായിട്ടല്ല, നമ്മുടെ ഒരു ബ്രാൻഡിന്റെ തുടക്കമാണ്. ലാഭ പ്രതീക്ഷയില്ല. ഇത് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ ഓണക്കോടികളൊക്കെ കൊടുക്കാതെ നമ്മൾ മുന്നേ പറയും കൂടി ചെയ്തതാണ്. അത് നമുക്കൊന്നും കച്ചവടം ആവുന്നതിന് മുന്നേ തന്നെ നമ്മളതൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ബ്രാൻഡായിട്ട് എടുക്കുക, അത്
വില കുറഞ്ഞ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുത്തു തുടങ്ങുക. നമ്മളിപ്പോൾ അതേ വിചാരിക്കുന്നത്, ലാഭം അല്ല നമ്മളതിൽ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഒരു സാരി എടുത്തു, ഞങ്ങൾ പോയതാണ്, ഒരുപാട് സ്ഥലത്ത് പോയതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു 2000 രൂപയുടെ സാരിയൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ? ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ ആ സാരി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്രയ്ക്കും അത്ര നമ്മൾ വില വരുന്നുണ്ട്, വാങ്ങില്ലല്ലോ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എവിടെയാണോ പോയി നമുക്ക് നല്ലത് ഇഷ്ടപ്പെട്ട് നല്ല തുണിയാണോ എന്ന് വെച്ചാൽ അത് മാത്രമല്ലേ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ പറ്റുള്ളൂ. അതും കൊണ്ടാണ് കേട്ടോ. ഇതിൽ പോരായ്മകൾ ഉണ്ടാവാം, ഇല്ലയെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മളെല്ലാം തികഞ്ഞ വ്യക്തികളല്ല. എന്താ ഞാൻ പറഞ്ഞ പോലെ തുണികളെ പറ്റിയിട്ടൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. ഇപ്പം എനിക്ക് സത്യം പറയാ ഇതിനോട് ഒരു താല്പര്യം തോന്നി. പഠിച്ചിട്ടൊന്നല്ല ചെയ്യണത് ഒരു കാര്യത്തിൽ, അല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി. പിന്നെ എന്താ വേറെ ആൾക്കാർ അറിയുന്ന പോലെ ഞങ്ങൾ ഇവിടെ നെയ്ത്തണതാണ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യണതാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളിത് മില്ലിൽ പോയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ തുണികൾ ഇപ്പൊ ഇത്രയും ബാലൻസ് വന്നാലും ഇതൊന്നും അവർ ഏറ്റെടുക്കില്ല. ഒന്നും നമ്മൾ ഡിസൈൻ ചെയ്യണല്ല, എന്തിൽ വല്ല വിൽക്കാതെ പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തിരിച്ചെടുക്കില്ല. ആ പൈസ മൊത്തം നമ്മുടെ നഷ്ടമായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടണം. ഇതാ ഇപ്പൊ ഈ ചുരിദാർ ഞാൻ പറഞ്ഞില്ലേ, ഇത് 4 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 സമയത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓണത്തിന് നിങ്ങൾ ഇത് എടുത്തോളും, എന്താ നിങ്ങൾക്ക് ഓണത്തിന് എടുക്കണ്ടല്ലോ. ഓ ശരി, സന്തോഷം, ഞങ്ങൾ 4 പേരുണ്ടല്ലോ ലേട്ടാ, അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ആരെയാണോ വെച്ചാലും നിങ്ങളാണോ വെച്ചാലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ തകർക്കാൻ നിൽക്കരുത്. തകർക്കാൻ ഒരു കാര്യം അറിയാതെ ഒരാളെ പറയാൻ നിൽക്കരുത്. അത് നല്ല സ്വഭാവമായിട്ട് ഒരാൾക്കും തോന്നുന്നില്ല. അപ്പോഴേ തിരക്കായിട്ടോ നമ്മളില്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.